ക്യാരക്ടർ അല്ലേ, എല്ലാവരോടും എന്തെന്നുള്ള പെരുമാറ്റ. എനിക്ക് അതെന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേട്ടനെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഒരു ഭാഗ്യം അല്ലേടി. രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചു, എന്നിട്ട് എന്താ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത. അശ്വിൻ ചേട്ടൻ നല്ല ചേട്ടനാ, പക്ഷേ ചിലപ്പോ അങ്ങനെ അല്ലെങ്കിലോ? അങ്ങനെ ആയിരിക്കോ? ആർദ്ര, അതിലേട്ടാ എന്താണ് ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ എത്ര വിളിച്ചു എന്നറിയോ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ? ബാക്കി ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവര് വരുന്ന ടൈം ആകുന്നതേ ഉള്ളൂ. ഓ, എന്തായാലും ഞാനും ഇപ്പൊ ഇവിടെ പോസ്റ്റാ. തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. എനിക്കെന്ത് കുഴപ്പം? താൻ എപ്പോഴും ഈ ടൈമിലാണോ വരുന്നേ? അല്ല, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. താനിങ്ങനെ ഞാൻ ചോദിക്കുന്ന ആൻസർ പറയാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. സാധാരണ ഇങ്ങനെയല്ലല്ലോ, ഭയങ്കര വയലന്റ് അല്ലേ? ഇന്നെന്ത് പറ്റി? സൈലന്റ് ആണല്ലോ. ഞാൻ അങ്ങനെ എല്ലാരോടൊന്നും വയലന്റ് ആവില്ല. പിന്നെ ഏട്ടൻ ഞങ്ങളുടെ സീനിയർ അല്ലേ. ഓഹോ, അപ്പോ അഖിയും അശ്വിനും നിന്റെ സീനിയർ അല്ലേ? അതെ, അവരോട് ഞാൻ അങ്ങനെ വയലന്റ് ആവാറില്ലല്ലോ. അഖിനോട് അന്ന് ആർട്സ് ഡേക്ക് ചെറുതായിട്ടൊന്ന് വയലന്റ് ആയിരുന്നല്ലേ, അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യവും ടെൻഷനൊക്കെ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അതൊക്കെ. അപ്പൊ അശ്വിൻ ചേട്ടന്റെ അടുത്ത് വയലന്റ് ആവാനോ? ഞാനോ? അയ്യോ വേണ്ട, എനിക്ക് മതിയായി. എടോ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? പറയാലോ, ഏട്ടൻ ചോദിച്ചോ. തനിക്ക് അശ്വിനോട് ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടോന്നൊക്കെ ചോദിച്ചാ അത് അങ്ങനൊന്നുമില്ല, എന്നാലും. ആർദ്ര, ഞങ്ങള് 4 പേരും ഹൈസ്കൂൾ മുതൽ ഒരുമിച്ചാ. അന്നു മുതൽ അഖിയും ജീവയും വെറുതെ അവനായിട്ട് ചൊറിയും. എന്നിട്ട് നല്ല 8ന്റെ പണി വാങ്ങിച്ചു വെക്കും. അതവർക്കൊരു ഹോബിയാ. എനിക്കും കിട്ടിയിട്ടുണ്ട് അശ്വിന്റെ പണി, പക്ഷെ അവർക്ക് കിട്ടിയ അത്രയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും. അതാണ് അവൻ്റെ ക്യാരക്ടർ. അവന് കുറേ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതിലൊരാളോട് പോലും അവൻ ഇതുവരെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ഇതുവരെ ഒരു ഗേളിനും അവൻ അവൻ്റെ ലൈഫിൽ ഓവർ ഫ്രീഡം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് താൻ അങ്ങനെയല്ല. തനിക്ക് അശ്വിൻ അവൻ്റെ ലൈഫിൽ ഒരുപാട് സ്പേസ് തരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അവനൊരു ഗേളിന് ഇങ്ങനെ ഓവർ സ്പേസ് കൊടുക്കുന്നത് ഞാൻ കണ്ടത്. ഏട്ടാ, അപ്പോ ഈ നൈനി ആരാ? നൈനി? അത് ഞാൻ എവിടെയോ ആ പേരിൽ അവൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ അവനോട് ചോദിച്ചിട്ടുമില്ല. അയ്യോ, ഞാൻ മറന്നു. ഇനി ഞങ്ങൾക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും. വൈ, ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഏട്ടാ. നൈനി ആരാന്ന് അതുലേട്ടനും അറിയില്ല. അതിപ്പോ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാം? അശ്വിനേട്ടനോട് ചോദിച്ചാലോ? വേണ്ട, അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഞാനെന്ത് അറിയും? ഇതിപ്പോ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ. മോനെ അതുലേ. അശ്വിൻ, എന്താടാ? എന്താണ്? ആമിയായിട്ട് ഭയങ്കര സംസാരമായിരുന്നല്ലോ. അത് പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന്. അവള് നൈനി ആരാന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അതാരാണെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അത് ശരിക്കും ആരാ? നീ അവളോട് നിനക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ പിന്നെ നീ അറിയണ്ട. ആയി, ശരി. അതവിടെ നിക്കട്ടെ, ഇപ്പൊ നീ നടക്ക്, ക്ലാസ് ഇപ്പൊ തുടങ്ങും. ആമി, എന്താ? ഒരെണ്ണം പോലെ എന്നോട് സംസാരിക്കാൻ വരണ്ട. എന്താടി? എന്നാലും സ്റ്റെല്ല, നീയും എന്നെ ആ ചേട്ടന്റെ കൂടെ പറഞ്ഞുവിടാൻ സമ്മതിച്ചില്ലേ? നിന്റെ അടുത്തുനിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ ഇവന്മാര് 2 സമ്മതിച്ചപ്പോ പിന്നെ ഞാനെങ്ങനെയാ നിന്നെ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നത്? അത് പിന്നെ ഫെലിക്സ് സമ്മതിച്ചോണ്ട പിന്നെ ഞാനും ഓക്കെ പറഞ്ഞ. എന്നാലും ഫെലി, നിനക്കെന്ത് പറ്റിയിടാ? സാധാരണ അശ്വിനേട്ടൻ ആമീനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ ആമീനേക്കാൾ നിനക്കല്ലേ ദേഷ്യം വരാറ്. ഇപ്പൊ എന്താ നീ ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആദ്യമൊന്നും എനിക്ക് ഏട്ടനെ അങ്ങനെ അറിയില്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഇവളോട് ഇങ്ങനെയൊക്കെ അശ്വിനേട്ടൻ കാണിക്കുന്നത് ചേട്ടന് വെറും ടൈം പാസ് ആണെന്ന്. അങ്ങനെയല്ലേ തോന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അശ്വിനേട്ടൻ ഇവളോട് ബിഹേവ് ചെയ്യുന്ന പോലെ വേറെ ആരെടുത്തെങ്കിലും ബിഹേവ് ചെയ്യുന്നത്? പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ചേട്ടൻ ഇവൾ സംതിങ് സ്പെഷ്യൽ ആണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള എത്ര ഗേൾസ് ചേട്ടൻ്റെ പുറകെ നടക്കുന്നുണ്ട്,
എന്നിട്ട് ചേട്ടന് ആമിക്ക് കൊടുക്കുന്ന അത്ര ഫ്രീഡം ചേട്ടൻ്റെ ലൈഫിൽ വേറെ ഒരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിന് ഇത് ഇവളെ വീട്ടിൽ കൊണ്ടുവിടുന്നു, കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നു, ഇവളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഗേളിനോട് സംസാരിക്കുന്നത് പോയിട്ട് ഇവളെ നോക്കുന്നത് പോലെ ഒന്ന് നോക്കുന്നതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അങ്ങനെയൊക്കെ ചോദിച്ചാ അതാ ഞാൻ പറഞ്ഞത്, ചേട്ടൻ ഇവളെന്തോ സംതിങ് സ്പെഷ്യൽ ആണെന്ന്. അപ്പോൾ ശരിക്കും അശ്വിനേട്ടൻ ഇവളെ ഇഷ്ടമാണോ? ഡി ആമി, ഇന്നലെ നീയും ചേട്ടനും കൂടെ എങ്ങോട്ടാ പോയെ? ചേട്ടൻ എന്താ നിന്നോട് പറഞ്ഞേ? അത് ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ആഹാ ജീവ, നിങ്ങൾക്കിന്ന് നേരത്തെ ക്ലാസ് തുടങ്ങുന്ന അതിലേട്ടൻ പറഞ്ഞല്ലോ. ആ അതെ, ഇനി നേരത്തെ തുടങ്ങും. എന്നിട്ട് നീ എന്താ ഇവിടെ? നിനക്ക് ക്ലാസ് ഒന്നുമില്ലേടാ? ഒരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി. ഇനി അങ്ങോട്ട് ചെന്നാൽ എന്തായാലും ക്ലാസ് കേട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ അവിടെ വരെ പോയി ടൈം കളയുന്നത്? നെക്സ്റ്റ് വീടെങ്ങാനും കയറാം. അപ്പോൾ ക്ലാസ് മിസ്സാവില്ലേ? പിന്നെ എന്തെങ്കിലും മനസ്സിലാവോ? അതൊക്കെ സെറ്റാക്കും. അശ്വിനും അതിലുണ്ടല്ലോ, പിന്നെ എന്ത് വേണം? ആ ബെസ്റ്റ്. എന്നാ പിന്നെ നീ ഇവിടെ ഇരിക്ക്, ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ ടൈമായി, ഞങ്ങൾ പോട്ടെ. ഓ ആയിക്കോട്ടെ, വേഗം പോയിക്കോ, പോയി പഠിച്ചു വരൂ കുട്ടികളെ. അപ്പൊ ശരി, ഇന്റർവെല്ലിന് കാണാം. ക്ലാസ്സൊക്കെ എന്തൊരു ശോകം. സത്യം മടുത്തു. ആ ഫെലിക്സ് ഇതെവിടെ പോയി? ആർക്കറിയാം. ഇപ്പൊ കുറച്ചായിട്ട് അവൻ ഈ ഇടയ്ക്കിടെയുള്ള മുങ്ങല് കുറച്ച് കൂടുതലാണല്ലോ. ശരിയാ. അത് അശ്വിനേട്ടനല്ലേ? ആ അതെ. ഷോ, ഈ ചേട്ടൻ എന്ത് ഗ്ലാമർ ആണല്ലേ. വെറുതെ അല്ല ഇത്രയും ഗേൾസ് ചേട്ടന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. അയ്യോ, എന്താടി? അതടാ, നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് സാറിനോട് എനിക്ക് ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇന്റർവെല്ലിന് സ്റ്റാഫ് റൂമിലേക്ക് വരാനാ സാറ് പറഞ്ഞു. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഓ എന്നാവാ, നമുക്ക് പോവാം. എനിക്ക് വയ്യ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ എങ്ങാനും നിൽക്കാം. എന്നാ വേണ്ട, നമുക്ക് പിന്നെ പോവാം. അത് വേണ്ട, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പോയിട്ട് വാ. ആമി അത് വേണ്ട, നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട. അതെന്താ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകോ? അതല്ലേടി, നീ ഒറ്റയ്ക്കാവില്ലേ? അതെങ്ങനെയാ സ്റ്റെല്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ പെണ്ണ് ഒറ്റയ്ക്കാവുന്നേ? ആ അശ്വിനേട്ടനാ. നിങ്ങൾ പോയിട്ട് വാ, ആർദ്രയ്ക്ക് കൂട്ടിനിവിടെ ഞാനുണ്ട്. ഓക്കെ ഏട്ടാ, അതും വാ. സ്റ്റെല്ല നിക്ക്, ഞാനും പോയി. ആർദ്ര, എന്താ ഏട്ടാ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്കോ? എനിക്കിഷ്ടമല്ല. ആർദ്ര, എന്റെ മുഖത്ത് നോക്കി പറ, നീ നിനക്കെന്നെ ഇഷ്ടമല്ലാന്ന്. എന്തേ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആർദ്ര ഞാൻ നിന്റെ അടുത്ത് വരുമ്പോൾ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? എന്തിനാ നിന്റെ മുഖം ഇങ്ങനെ ചുവന്നു കൊടുക്കുന്നേ? പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അശ്വിനേട്ടാ, എനിക്ക് സ്റ്റാഫ് റൂമിൽ പോണം. എന്തിന്? പ്രൊജക്ടിന്റെ ഡൗട്ട്. താൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ തനിക്ക് പോവാൻ വയ്യാന്ന്? അശ്വിനേട്ടാ, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഏട്ടൻ എന്തിനാ അടുത്തോട്ട് വരുന്നേ? എന്തു പറ്റി? എന്റെ ആമിക്ക് പേടിയാവുന്നുണ്ടോ? അത് ഞാനിപ്പോ വരാം. അയ്യടി, അങ്ങനെ അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഓ ശരിക്കും പെട്ട്. ഇവിടുന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നേ? ആരെങ്കിലും വന്നൊന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ. ഹലോ, വരാം. ഇപ്പൊ വരാം. അശ്വിനേട്ടാ, സ്റ്റെല്ലയാ വിളിച്ചേ. എന്നെ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ? പോയിക്കോ, നിന്നെ എന്റെ കയ്യിൽ കിട്ടും. ആമി, നീ ഇതെവിടെ ആയിരുന്നടാ? അത് പിന്നെ ഞാൻ ഇങ്ങനെ അതിലൂടെ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്തെല്ലാം പോയി. താഴെയും മേലേന്നും കൂടെ പറ, അപ്പൊ പിന്നെ കംപ്ലീറ്റ് ആവുമല്ലോ. ആമി, നീ ഇതെപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നേ? അശ്വിൻ ബ്രോന്റെ അടുത്ത് എങ്ങനെ ചാടി? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. കറക്റ്റ് ടൈമിൽ കസ്റ്റമർ കെയറിന് കോൾ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സ്റ്റെല്ല വിളിച്ചതാണെന്നും പറഞ്ഞ് ഞാനങ്ങ് മുങ്ങി.
ആഹാ ബെസ്റ്റ്. അത് ശരി, ഇപ്പൊ ഒരു പണി തരാവേ. ഡാ ആരാടാ? എടാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ജൂനിയർ. ഫസ്റ്റ് ഇയറിലാണോ? അല്ലടാ സെക്കൻഡ് ഇയർ. ഓ ഐ സി. എന്താടാ ഇവിടെ ഒരു ഗൂഢാലോചന? ഡാഗി, നമ്മുടെ വിവേകിന് ഒരു കൊച്ചിനെ ഭയങ്കര ഇഷ്ട. അവളെ കുറിച്ച് പറയായിരുന്നു. ആരാടാ ആള്? സെക്കൻഡ് ഇയറിലെ ആരോ ആണ്. ഓ, സെക്കൻഡ് ഇയറിലോ? അവളുടെ പേരെന്താ? ഞങ്ങൾക്ക് അറിയുന്ന ആരും കാണോ നോക്കാലോ. ആ, നിങ്ങൾക്കറിയാവുന്ന പെണ്ണ് തന്നെയാ. അതാരാ? ഞങ്ങൾക്കറിയാവുന്ന നിനക്കിഷ്ടമുള്ള ആ പെണ്ണ്? ഡാ ആർദ്ര. ആര്? ഹാ ബെസ്റ്റ്. ഇതെന്താ നിങ്ങളെല്ലാരും ഇങ്ങനെ ഷോക്കാവുന്നേ? എങ്ങനെ ഞെട്ടാതിരിക്കും? ഡാ, നിങ്ങൾ അവളായിട്ട് നല്ല കമ്പനിയല്ലേ? അപ്പോ അവളെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ? ഞങ്ങളോട് തന്നെ ഇത് പറയണം. അശ്വിൻ, നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തരണേ. ഹാ, അവന്റെ പെണ്ണിന്റെ നമ്പർ തരുമെന്ന് അവനോട് തന്നെ നീ ചോദിക്കണം. ഇവന്റെ പെണ്ണോ? അപ്പൊ ഇവര് സെറ്റാണോ? ഏയ് അങ്ങനെയല്ല, ഇവൻ അവളെ ഇഷ്ടമാണ്. അവൾക്കോ ഇതുവരെ പോസിറ്റീവ് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഓ അത് ശരി, അപ്പോൾ എനിക്ക് സ്കോപ്പുണ്ട്. ഡാ വിവേക്. അഗി വേണ്ടടാ, ഒന്നും പറയണ്ട. എനിക്ക് അവളെ ഇഷ്ടമാണ്. അശ്വിനും അവൾ സെറ്റായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അവളെ സ്നേഹിക്കാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുണ്ട്. ഡാ, ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ വന്നേ. അശ്വിൻ നല്ല ദേഷ്യത്തിലാണ് പോയെ. ഡാ വിവേകേ, അവളെ അശ്വിന്. ജാക്സ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനെക്കാളും വലുത് എനിക്ക് എൻ്റെ പ്രണയം തന്നെയാണ്. അവളെ എനിക്ക് വേണം. ഡാ അങ്ങനെയല്ലടാ. ഇനി ഈ കാര്യം പറയാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട. ഇവനെന്താടാ ഇങ്ങനെ? ആർക്കറിയാം, നീ വാ പോ. ഡാ ഇതെന്താടാ സംഭവം? ഈ കോളേജ് മുഴുവൻ ആ പെണ്ണിന്റെ പുറകെയാണല്ലോ. എന്തായാലും അത് നന്നായി. എന്തോന്ന്, നിന്റെ ഉള്ളുകിളിയും കൂടെ പോയാ? ഇവൻ അവളെ ഇഷ്ടമാണെങ്കിൽ ഇവനും നിനക്കൊരു എതിരാളിയല്ലേ? ഏയ്, ഇവനൊന്നും എനിക്കൊരു എതിരാളിയേ അല്ല. പക്ഷേ ഇവനെ വെച്ചൊന്ന് കളിച്ചു നോക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. ആ, അതുകൊണ്ട് നീ വാ, പറഞ്ഞുതരാം. ഡാ അശ്വിൻ. ആ എന്താടാ, നീ ഇങ്ങനെ ഡ്രസ് പഠിച്ചിരിക്കല്ലേ? അത് തന്നെ, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൻ അറിയില്ലല്ലോ. അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു വാശിക്ക് അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. നീ അത് വിട്. അവൻ പറഞ്ഞത് ശരിയല്ലേ? അവളിപ്പം എൻ്റെ ആരുമല്ല. അപ്പോൾ അവളെ ഇഷ്ടപ്പെടരുതെന്ന് അവനോട് പറയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ അവളുടെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൈ കൊണ്ടായിരിക്കും. വേറെ ഒരുത്തനെയും ഞാൻ അതിനനുവദിക്കില്ല. ഷോ, ഈ കണ്ണേട്ടന് വരാൻ പറ്റില്ലെങ്കിൽ അതൊന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെല്ലേൻ്റെ കൂടെ പോകായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകണ്ടേ? എനിക്ക് വയ്യ. അശ്വനേട്ടനെയും കാണുന്നില്ലല്ലോ. സാധാരണ ഞാൻ കൊണ്ടുപോയിട്ടേന്ന് ചോദിച്ച് പുറകെ വരുന്നതാ. ഇതെന്ത് പറ്റി? ഇന്ന് അങ്ങനെയും കാണുന്നില്ല. അല്ലെങ്കിലും ആവശ്യത്തിന് ആരും ഉണ്ടാവില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ബസ്സിൽ തന്നെ പോവാം. ഏയ്, ആർദ്ര എന്നല്ലേ പേര്? ആ അതെ. എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഞാൻ വിവേക്, തൻ്റെ സീനിയറാണ്. ഓ ആ, ഒറ്റയ്ക്കുള്ളൂ? തൻ്റെ ഗ്യാങ് എവിടെ? അവരൊക്കെ നേരത്തെ പോയി. ഓ, പിന്നെ താനെന്താ പോകത്തെ? ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? അല്ല, ഏട്ടൻ വരാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഏട്ടൻ എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന്. അപ്പൊ പിന്നെ ഈ ബസ്സിന് പോകണം, അതാലോചിച്ച് നിൽക്കായിരുന്നു. ഓ അങ്ങനെ. തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ വന്നോ, ഞാൻ കൊണ്ടുവിടാം. അയ്യോ അതൊന്നും വേണ്ട, ഏട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ബസ്സൊക്കെ കിട്ടി താനെപ്പോൾ വീട്ടിലെത്താനോ? അത് ശരിയാ. ആണല്ലോ, അപ്പോൾ വാ, ഞാൻ കൊണ്ടുവിടാം. എന്നാലും ഇനി താനൊന്നും പറയണ്ട, ഇനി വന്നേ. അത് ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എന്തിനാടാ ബിസി ആണെന്ന് പറഞ്ഞേ? എന്നെ കൊണ്ട് ബസ്സിന് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞല്ലേ? എന്നിട്ട് നീ ഇപ്പൊ ബസ്സിനാണോ വന്നേ? അല്ല, എന്റെ കോളേജിലെ ഒരു ചേട്ടന്റെ കാറിലാ വന്നേ. ഓഹോ, അതേത് ചേട്ടൻ? എന്തായിരുന്നു പേര്? ആ, വിവേക്. അപ്പോ അശ്വന്റെ കൂടെ അല്ലേ ഇവള് വന്നത്? ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ. ടാറ്റാ. ചേടാ, അശ്വൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിക്കാൻ പോവാതിരുന്നേ. പിന്നെ അവനെന്താ ഇവളെ കൊണ്ടുവിടാതിരുന്നേ?
അതിൻ്റെ ഇടയിൽ ഈ പയ്യൻ്റെ എവിടുന്ന് കയറി വന്ന് എന്തായിരിക്കും അവിടെ സംഭവിച്ചേ? വിളിച്ചു നോക്കിയാലോ അശ്വിനെ? ആ വിളിക്കാം. ഇവനിതെന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവനിത് എവിടെ പോയി കിടക്കുക? ഇനി എന്തായാലും രാത്രിക്ക് വിളിക്കാം. ഓ അവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൾ അവൻ്റെ കാറിൽ കയറി പോവും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ? ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ലേ? അപ്പോഴേക്കും അവൻ്റെ കാറിൽ കയറി പോകണമായിരുന്നു. ഇതിനാണോ ഞാൻ ആദർശനെ വിളിച്ച് ഞാൻ അവളെ കൊണ്ടുവിട്ടോളാം, നീ വരണ്ടാന്ന് പറഞ്ഞേ? പറയണ്ടായിരുന്നു. ഇതിലും നല്ലത് അവൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും എൻ്റെ ഇന്നത്തെ ഓർക്കാൻ പോയി കിട്ടി. അവളിപ്പോൾ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നീ കിടന്നുറങ്ങണ്ടടി. ഞാൻ നിന്നീന്ന് ഓർക്കത്തില്ല. വരുന്നടി ഞാൻ. ഇപ്പം വിളിക്കാമെന്നും പറഞ്ഞു പോയി ഇവളെന്താ വിളിക്കാത്ത? അങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ. വെറുതെ എന്തിനാ? അതാരാ അവിടെ? കള്ളനായിരിക്കോ? എൻ്റെ വീട്ടിൽ കയറാൻ മാത്രം ധൈര്യമുള്ള കള്ളനോ? എന്താ കള്ള, നിക്കടാ അവിടെ. കള്ളൻ നിന്റെ തന്ത വിശ്വനാഥൻ. അച്ഛനെ പരിചയമുള്ള കള്ളനോ? നല്ല പരിചയമുള്ള സൗണ്ട്. അച്ചു, നീ എന്താടാ ഇവിടെ? തെണ്ടി, ഏട്ടന്മാരായ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. ആമീനെ നിനക്ക് കോളേജിൽ വന്ന് വിളിച്ചോണ്ട് പോയാ എന്താ? ശരി, ഇവന് പ്രാന്തായ? കഴുതേ, നീയല്ലേടാ പറഞ്ഞേ അവള് നീ കൊണ്ടുവിട്ടോളാം, എന്നോട് അങ്ങോട്ട് വരണ്ടാന്ന്? അതെ, അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നിട്ട് അവൾ ആരുടെ കൂടെയാ വന്നത്? അതെന്താടാ ശരിക്കും സംഭവിച്ചേ? അത് ചോദിക്കാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നീ ഇതെവിടെ പോയതാ? ആ തേങ്ങ ചാർജ് തീർന്ന് ഓഫായി. ഞാനത് ശ്രദ്ധിച്ചില്ല. എന്താണ് ശരിക്കും സംഭവിച്ചേ? നീ എന്താ അവളെ കൊണ്ടുവിടാതിരുന്നേ? ആ ചെക്കനേതാ? ഓഹോ, അങ്ങനെ. അവൾക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ കൊണ്ടുവിട്ടേനല്ലോ. അയ്യോടാ, പോട്ടെ, സാരമില്ല. അത് വിട്. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആദ്യം അത് പറ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഡാളിയ. അതുകൊണ്ട്? ആമീനെ കാണാൻ. എന്തോന്ന്? അയ്യോ, അങ്ങനെയല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാൻ. ഈ പാതിരാത്രിക്കോ? പ്ലീസ് കണ്ടിട്ട് വേഗം പോയിക്കോളാം. വെരി സോറി മോനെ ജൂനിയർ, ഇപ്പൊ എന്തായാലും കാണാൻ പറ്റില്ല. നീ നാളെ രാവിലെ വാ, അപ്പൊ കാണാം. ഇപ്പൊ എന്റെ ജൂനിയർ പോവാൻ നോക്ക്. ഓഹോ, നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? എന്തിനാ നീ ഈ പാതിരാത്രിക്ക് ഫോണും എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിചാരിച്ച ഇപ്പോൾ ഈ നിമിഷം മുതൽ നീ വെയിറ്റ് ചെയ്യുന്ന ആ നമ്പറിൽ നിന്ന് നിനക്ക് കോൾ വരില്ല. എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് എൻ്റെ സീനിയറിനെ നന്നായിട്ട് അറിയാലോ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ അപ്പോഴത്തേക്ക് അത് സീരിയസ് ആക്കിയോ? ഈ ചെക്കിന്റെ ഒരു കാര്യം. അപ്പൊ എങ്ങനാ? ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ? ആമീനെ കാണാൻ ഈ സമയത്ത് ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ പിന്നെ കണ്ടിട്ട് പോയാ മതി. അതാണ് എൻ്റെ അളിയൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? കണ്ടിട്ട് പെട്ടെന്ന് പോയേക്കണേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അച്ഛൻ നിക്ക് പോവല്ലേട്ടാ. പോയി. എൻ്റെ ദൈവമേ, ഇനി എല്ലാം നിന്റെ കയ്യിലാ. ആ പാവൻ ചെക്കനെ കാത്തോളണേ. എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി, ഞാൻ വന്നു. അയ്യോ ഏട്ടനൊന്ന് ഇറങ്ങിപ്പോയേ. ആരെങ്കിലും കണ്ടോ? അത് വലിയ പ്രശ്നമാവും ഏട്ടാ, പ്ലീസ്. ആരും കാണാനൊന്നും പോകുന്നില്ല. ഈ രാത്രി ഇങ്ങോട്ട് ഇനി ആര് കയറി വരാനാ? ഇനി അഥവാ ആരെങ്കിലും കണ്ടാൽ തന്നെ നല്ലതല്ലേ? എല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കില്ലേ? എന്ത് നടക്കില്ലേന്ന് നിനക്കതറിയണോ? ഞാൻ പറഞ്ഞുതരാം. ഏട്ടാ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഏട്ടാ വേണ്ട. വേണ്ടേ? എന്നോക്കെ വേണ്ട. അപ്പം മോള് പറ, എങ്ങനെയാ നീ ഇന്ന് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? അത് ബസ്സില്. എന്താ? ബസ്സിലോ? അല്ല, കാറില്. ആരുടെ കാറില്? സീനിയർ വിവേകേട്ടന്റെ കാറില്. അവൻ ആരാ? എനിക്കറിയില്ല. നീ എന്തിനാടി ഈ പരിചയമില്ലാത്തവരുടെ വണ്ടിയിലൊക്കെ കയറി വരാൻ നിൽക്കുന്നേ? ഏട്ടന്റെ പ്രശ്നം എന്താ? ഞാൻ എന്ത് ചെയ്താൽ ഏട്ടൻ എന്താ? എനിക്കെന്താന്നല്ലേ? നിനക്കറിയണോ എനിക്ക് എന്താണെന്ന്? അശ്വിനേട്ടാ, നീ എൻ്റെ പെണ്ണാ. നിന്റെ മേലെ എനിക്കുള്ളത്ര അവകാശം വേറെ ഒരാൾക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. നീ എൻ്റെ പെണ്ണാ, ഈ അശ്വിൻ്റെ പെണ്ണ്.